2019 2024 ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. 2019 ആലപ്പുഴയിൽ കനലൊരു തെരിയായി എരിഞ്ഞു നിന്നത് AM ആരിഫാണ് എങ്കിൽ 2024 കനലൊരു തെരിയായി എരിഞ്ഞു നിൽക്കുന്നത് K രാധാകൃഷ്ണനാണ്. 19 ഉണ്ടായതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിൽ ഉണ്ടായത്. അതായത് പാർട്ടി നേതൃത്വത്തെ എതിർത്തു വരെ സംസാരിക്കുന്ന തരത്തിലേക്ക് പരാജയത്തിന്റെ ആഴം കൂടിയിരിക്കുന്നുവെന്ന് സാരം. 2019 കനലായി എരിഞ്ഞു നിന്ന AM ആരിഫിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസ് നിയോഗിച്ചതാകട്ടെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ ആകെ എരിയുന്ന കനലിനെ കൂടി കെടുത്തി അങ്ങനെ കേരളത്തിൽ നിന്നൊരു ഇടതുപക്ഷ ശബ്ദവും പാർലമെന്റിലേക്ക് വരണ്ട എന്ന തീരുമാനത്തിന്റെ പുറത്താണ് കോൺഗ്രസ് ആലപ്പുഴയിലെ AM ആരിഫിനെ പരാജയപ്പെടുത്തുവാൻ ശക്തനെ ഇറക്കിയത്. ആലത്തൂരിൽ അത് വിജയിച്ചു. KC വേണുഗോപാൽ തന്നെ ജയിച്ചു. പക്ഷേ ആലത്തൂരിൽ അതിനു പകരം ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി പാർലമെന്റിൽ മുഴങ്ങിക്കേക്കുവാൻ കനലൊരു തരിയായി എരിഞ്ഞു നിന്നത് K രാധാകൃഷ്ണനായിരുന്നു. ആലത്തൂരിലെ സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് K രാധാകൃഷ്ണൻ എന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി വിജയിച്ചു വന്നത്. K രാധാകൃഷ്ണൻ വിജയിച്ചതിന് ചില പ്രധാന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തേത് BJP എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും പിടിച്ച വോട്ടുകൾ പോലെ ആലത്തൂരിലും കൃത്യമായ വോട്ടുകൾ പിടിച്ചു. പക്ഷെ ആ വോട്ടുകൾ രമ്യ ഹരിദാസിന് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു. 70,000-ൽ പരം വോട്ടുകൾ 2019 BJP സ്ഥാനാർത്ഥി പിടിച്ചപ്പോൾ 2024 ആലത്തൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായ സരസു പിടിച്ചത് 1,00,000-ലേറെ വോട്ടുകളായിരുന്നു. അതായത് അവയിൽ ഭൂരിഭാഗവും രമ്യ ഹരിദാസിൻ്റെതായിരുന്നു. അതുകൊണ്ട് തന്നെ BJP വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുകയും കോൺഗ്രസ് വോട്ടുകളിൽ കൂടുതൽ BJPയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇടതുപക്ഷ നേതാവായ K രാധാകൃഷ്ണൻ വിജയിച്ചു. ഒപ്പം ചേലക്കര അടങ്ങുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പ്രധാന ഇടതുപക്ഷ നേതാവായി ഇടതുപക്ഷത്തിന്റെ മുഖമായി നിൽക്കുന്ന വ്യക്തിയാണ് K രാധാകൃഷ്ണൻ. അങ്ങനെ ആലത്തൂരിൽ ശക്തമായ മുഖമായി നിൽക്കുന്ന K രാധാകൃഷ്ണനെ ആലത്തൂരിന്റെ ശബ്ദമായി മാറാൻ പാർലമെന്റിലേക്ക് ഇടതുപക്ഷം അയക്കുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷം പാർലമെന്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല കൂടി K രാധാകൃഷ്ണനെ ഏൽപ്പിക്കുന്നുണ്ട്. അത് അത്രമേൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ്. 2029 നടക്കുവാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ വർദ്ധിക്കണമെങ്കിൽ ഇനി K രാധാകൃഷ്ണന് അതിൽ വലിയ പങ്കുണ്ട്. കേവലം ആലത്തൂരിന്റെ മാത്രം ശബ്ദമായി അല്ല പാർലമെന്റിൽ K രാധാകൃഷ്ണൻ മുഴങ്ങി കേൾക്കുവാൻ പോകുന്നത്. പകരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം മാത്രം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ആ കേരള സംസ്ഥാനത്തിന്റെ മുഴുവൻ ശബ്ദമായി മാറേണ്ടതും K രാധാകൃഷ്ണനാണ്. ഒപ്പം പാർലമെന്റിലെ ഇപ്പോഴുള്ള CPM MPമാരുടെ ശബ്ദമായി മാറുവാൻ കൂടിയുള്ള ഉത്തരവാദിത്വവും K രാധാകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അത്രമേൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ്. ആലത്തൂർ MP ആയ K രാധാകൃഷ്ണനെ CPIM ലോക്സഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പാർലമെന്റിൽ CPMന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി K രാധാകൃഷ്ണൻ മാറിയിരിക്കുന്നു. ഈ തീരുമാനം കാണിച്ച് CPM ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു. 4 MPമാരാണ് ലോക്സഭയിൽ CPIMന് ഉള്ളത്. ആലത്തൂരിൽ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് K രാധാകൃഷ്ണൻ വിജയിച്ചു കയറിയത് എന്ന പ്രാധാന്യം മാത്രമല്ല K രാധാകൃഷ്ണനുള്ളത്. സംസ്ഥാനത്തെ കനലായി കത്തിജ്വലിച്ചു നിൽക്കുന്ന K രാധാകൃഷ്ണൻ ഇപ്പോൾ പാർലമെന്റിൽ നേതൃനേതാവായി കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുപാടി ജയിച്ച മണ്ഡലമാണ് ഇത്തവണ K രാധാകൃഷ്ണനോടൊപ്പം ചേർന്നത്. 2143 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് K രാധാകൃഷ്ണന്റെ വിജയം. മുൻ മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ രാധാകൃഷ്ണൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്ത് എത്തിയത്. 4 തവണ നിയമസഭാ അംഗമായി, അതും ഒരേ മണ്ഡലമായ ചേലക്കരയിൽ. DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു K രാധാകൃഷ്ണൻ. 2008 CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായി. 2018 കേന്ദ്ര കമ്മിറ്റി അംഗവും. 1991 വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്ന് ജില്ലാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാണ് പാർലമെന്ററി ജീവിതത്തിന് തുടക്കമിട്ടത്. എന്നാൽ 1996 K രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഒപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. ആ നാൾ വരെയും ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നില്ല ചേലക്കര. എന്നാൽ 96 K രാധാകൃഷ്ണൻ എന്ന സൗമ്യനായ മുഖം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തുടങ്ങിയ കാലത്ത് അന്നു മുതൽ ചേലക്കരയുടെ ശബ്ദമായി നിയമസഭയിലേക്ക് എത്തുവാൻ തുടങ്ങിയത് K രാധാകൃഷ്ണനായിരുന്നു. 96 വിജയിച്ച K രാധാകൃഷ്ണൻ 2001-ലും 2006-ലും 2011-ലും
2021 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് നിയമസഭയിലേക്ക് ചേലക്കരയുടെ ശബ്ദമായി മാറി. 2011 വിജയിച്ച കെ രാധാകൃഷ്ണനെ 2016 ചേലക്കരയിൽ ഒന്ന് മാറ്റി പരീക്ഷിക്കുകയും ചെയ്തു ഇടതുപക്ഷം. പക്ഷേ അന്നും വമ്പൻ പരാജയമാണ് ഇടതുപക്ഷം നേരിടേണ്ടി വന്നത്. ഇടതിന്റെ കോട്ടയായി മാറി നിന്ന ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ അല്ലാതെ മറ്റാരും മത്സരിച്ചാലും പരാജയം വരുമെന്ന പിന്നീട് അങ്ങോട്ടൊരു ധ്വനി ഉയർന്നു. അങ്ങനെ 2021 വീണ്ടും മത്സരിപ്പിക്കുകയാണ് കെ രാധാകൃഷ്ണനെ. വിജയം സുനിശ്ചിതമായി വന്നു. കെ രാധാകൃഷ്ണൻ പരാജയമറിയാത്ത നേതാവായി അങ്ങനെ വിജയകിരീടം ചൂടി നിന്നു. 1996 ആദ്യമായി നിയമസഭയിലെത്തിയ രാധാകൃഷ്ണൻ നായനാർ മന്ത്രിസഭയിൽ പട്ടികജാതി വർഗ ക്ഷേമ മന്ത്രിയായി. 2001 പ്രതിപക്ഷത്തിന്റെ ചീഫ് വിപ്പുമായി. 2006 നിയമസഭാ സ്പീക്കറുമായി മാറിയ കെ രാധാകൃഷ്ണൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃമുഖമായി മാറുകയും ചെയ്തു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായും LDF ജില്ലാ കൺവീനറായും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. ദളിത് ശോഷൺ മുക്തി മഞ്ച് അഖിലേന്ത്യാ പ്രസിഡന്റായും ഫാം വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായും കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് അടങ്ങുന്ന നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. ചേലക്കര തോന്നൂർക്കര വടക്കേ വളപ്പിൽ MC കൊച്ചുണ്ണിയുടെയും ചിന്നയുടെയും മകനായി 1964 മെയ് 24 പുള്ളിക്കാനത്ത് ജനിച്ചു കെ രാധാകൃഷ്ണൻ. കൊച്ചുണ്ണി പുള്ളിക്കാനത്ത് തോട്ടം തൊഴിലാളിയായിരുന്നു. തോന്നൂർക്കരയിൽ അമ്മ ചിന്നയോടൊപ്പമാണ് നിലവിൽ താമസം. യുവത്വത്തിന്റെ ത്രസിപ്പിക്കുന്ന കാലം മുതൽ ഈ നിമിഷം വരെയും പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച നേതാവാണ് കെ രാധാകൃഷ്ണൻ. വിവാഹം പോലും കഴിക്കാതെ തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയുടെ വിജയത്തിനു വേണ്ടിയും ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവ്. സൗമ്യനായ മുഖം, നിറഞ്ഞ ചിരിയോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച കെ രാധാകൃഷ്ണന്റെ മുഖത്തെ ചിരി ഇപ്പോഴും മാഞ്ഞിട്ടില്ല. മന്ത്രി എന്ന തരത്തിലും MLA എന്ന തരത്തിലും യാതൊരു ചീത്തപ്പേരുകളും കേൾപ്പിക്കാത്ത കെ രാധാകൃഷ്ണൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി മാറി ഇപ്പോൾ അഭിമാന നേതാവായി മാറിയിരിക്കുന്ന കെ രാധാകൃഷ്ണനെ പാർലമെന്റിൽ CPMന്റെ ശബ്ദമായി CPMന്റെ നേതാവായി വെക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം വിജയിക്കുന്ന കെ രാധാകൃഷ്ണൻ, ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായി ചെയ്യുന്ന കെ രാധാകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ പാർലമെന്റിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ടുമുമ്പും ചരിത്രപരമായ ഒരു നീക്കത്തിന് ഒപ്പുവെച്ചിറങ്ങിയ കെ രാധാകൃഷ്ണന് ഇനിയും പാർലമെന്റിൽ ചെയ്യുവാൻ നിരവധിയുണ്ട്. പാർട്ടിയുടെ ശബ്ദം മാത്രമല്ല, കേരള സംസ്ഥാനത്തിന്റെ ശബ്ദമായി കെ രാധാകൃഷ്ണൻ മുഴങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ CPMന്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുത്തായി മാറി കെ രാധാകൃഷ്ണൻ പാർലമെന്റിൽ തലയെടുപ്പോടുകൂടി നിൽക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ എല്ലാം മുകളിൽ നിന്ന് കെ രാധാകൃഷ്ണൻ സൗമ്യനായി ചിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ ഏറെയാണ്. ഇനി കെ രാധാകൃഷ്ണൻ കേരളത്തിന്റെ മാത്രം മുഖമല്ല, ഇന്ത്യയിലെ CPMന്റെ മുഖമാണ്.